കാണുന്ന പ്രത്യക്ഷ പ്രപഞ്ചവും സമസ്തകോടി ജീവജാലങ്ങളും പരിണാമത്തിലൂടെ ഒരു ഉയർന്ന ബോധത്തിലേക്ക് വളർന്നു വരുന്ന സമയമാണിത്. യുഗയുഗങ്ങളായി പരിണമിച്ച് ഈ കാലഘട്ടം സമസ്ത ജീവജാലങ്ങൾക്കും മനുഷ്യബോധത്തിനും വളർന്ന് ഒരു ശ്രേഷ്ഠമായ ഒരു ധർമ്മയുഗം ഇവിടെ ആവിർഭവിക്കേണ്ട കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. Do you find the same issues east and west? Is it always the same issue with what mankind is going through and needs to change? പ്രശ്നങ്ങൾ ഒരേ പ്രശ്നങ്ങളാണെങ്കിലും സ്ഥലകാലങ്ങൾ ദേശങ്ങൾക്കനുസരിച്ചും സംസ്കാരങ്ങൾക്കനുസരിച്ചും ചില മാറ്റങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ലാതെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. And what is the core issue for man? Why is it that we're such a conflicted species and we've created such a discordant world? ഒരു മനുഷ്യൻ്റെ ജന്മം അവൻ്റെ പൂർവ്വജന്മ കർമ്മങ്ങളുടെ വാസനകൾ കൊണ്ടുണ്ടാകുന്നതാണ്. പൂർവ്വജന്മ കർമ്മങ്ങളുടെ വാസനകളും ഈ സമുദായത്തിൻ്റേതായ സാമൂഹ്യപരമായ ആചാരങ്ങളും മാതാപിതാക്കന്മാരിൽ വന്നിരിക്കുന്ന സംസ്കാരങ്ങളും എല്ലാവരും കൂടി ചേർന്ന് ഉള്ളൊരു മാനസികപരമായി ഉടലെടുത്താണ് ഓരോരോ ആത്മാക്കളിലും. അതുകൊണ്ടാണ് അതിനെ പവിത്രവും പരിശുദ്ധവുമാക്കാത്ത കാലം വരെയും തൻ്റെ മനസ്സിൽ എന്തോന്നിനു വേണ്ടിയുള്ള വ്യാകുലത എല്ലാ ജനങ്ങളിലും കാണാം. അത് നമ്മുടെ എല്ലാ തലങ്ങളിലും ബോധവികസനത്തിന് വേണ്ടിയുള്ള ഒരു കാലം കളവൊരുക്കുന്ന ഒരു അനുഭവമാണ്. അതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ശ്രേഷ്ഠമായൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ യാഥാർത്ഥ്യ സത്യം കണ്ടെത്താനും അറിയാനും കഴിയും. So is that all part of the evolution of our consciousness as a being? Was that all necessary? അത് പ്രകൃതി നിയമമാണ്. ആദിയിൽ അവ്യക്തമായ പ്രപഞ്ചത്തിൽ സൂക്ഷ്മതലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഈ പ്രപഞ്ചവും ജീവജാലങ്ങളും സ്ഥൂലീകരിച്ച് മെല്ലെയായിട്ട് പോഷിപ്പിച്ച് വളരുകയാണ്. ജഡവസ്തുവിൽ നിന്ന് ആരംഭിച്ച് ജീവവസ്തുവായി യുഗങ്ങളോളം കാത്തിരുന്നു. ജീവവസ്തു മനോവസ്തുവായി ഇനി ബോധവസ്തുവിലേക്ക് പ്രയാണം ആരംഭിക്കുന്ന കാലഘട്ടങ്ങൾ തിരിച്ചറിവില്ലാത്തതുകൊണ്ട് മനുഷ്യൻ അസ്വസ്ഥരാണ്. For a mental being that's just starting to become aware that there is more, what is the first step for them to make to kind of bridge, to leave that mental state and enter into the other state? നമ്മളിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ അവ്യക്തമായിരിക്കുന്ന നമുക്ക് മനസ്സിനും ബുദ്ധിക്കും അറിയാൻ പറ്റാത്ത ഒരു അദൃശ്യശക്തിയാണ്. ആ അദൃശ്യശക്തി ഉണ്ടെങ്കിലും നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ശക്തിയുടെ ഉണർച്ച, ആ ഉണർച്ചയിലൂടെ ഈ സമഷ്ടിപ്രപഞ്ചത്തിലുള്ള ശക്തിയും കൂടി സമ്മേളിക്കുമ്പോഴാണ് നമ്മൾക്ക് ബോധവികസനവും അറിവും ജ്ഞാനവും ഉണ്ടാകുക. So is it a case that we just need to relax and be, or do we need to actually focus in some way? ഒരു കുട്ടി അറിവില്ലാത്ത ഒരു കുട്ടിയുടെ അറിവിനെ എങ്ങനെയാണ് ഒരു മാസ്റ്റേഴ്സ് വികസിപ്പിച്ച് അറിവും സാമൂഹികപരമായ അറിവും പഠിപ്പിക്കുന്നത്, അതുപോലെ നമ്മുടെ ആധ്യാത്മിക ഊർജ്ജം, നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മീയ ഊർജ്ജത്തിനെ വികസിപ്പിച്ച് നമ്മളതിനെ ഉൾക്കൊണ്ട് ആ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്ന ഒരു ജ്ഞാനം നമ്മളിലേക്ക് ഉടലെടുത്തെങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. It seems like around the world that people are digging in on both sides. It seems like the people that have the power in the world now are holding firm and don't want to promote this kind of consciousness. Is it going to require a revolution on the outside and the inside, or does the Sri foresee that it's just going to have its own flow? നമ്മുടെ ആത്മവികാസത്തോടു കൂടിയ ജനത ഇച്ഛിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യേണ്ട ഒരു സമയം വരും. ആ വരുന്ന സമയത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് ബോധപൂർവ്വം ആശ്രയിക്കുമ്പോൾ നന്മയിലൂടെ മാറ്റങ്ങളുണ്ടാകും. അല്ല തിന്മ ആഗ്രഹിക്കുന്നവർക്ക് നാശത്തിലൂടെ മാറ്റങ്ങളുണ്ടാകും. ഈ പ്രകൃതിക്ഷോഭങ്ങളും അസ്വസ്ഥതകളും രോഗങ്ങളും അക്രമങ്ങളും അനീതികളും ഈ മാറ്റത്തിനെ സൂചിപ്പിക്കുകയാണ്. Is suffering then an innate part of our conscious evolution? Do we require that to become more aware? പൂർവാർജിത കർമ്മം ചെയ്ത കർമ്മത്തിനനുസരിച്ചിട്ട് അവൻ്റെ ജന്മം വന്ന് പൂർവാർജിതത്തിൽ വൈരുദ്ധ്യമായതും ധർമ്മത്തിന് വിരോധമായതും മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതും ദ്രോഹിക്കുന്നതും വഞ്ചിക്കുന്നതുമായ ക്രിയകൾ ചെയ്തവർ പീഡനയോടുകൂടി തന്നെ ജനിച്ച് പീഡനയോടുകൂടി തന്നെ അനുഭവിച്ച് മരിച്ച് വീണ്ടും വീണ്ടും ആ സർക്യൂട്ട് വന്നുകൊണ്ടേയിരിക്കും. Is there one supreme force in the universe? I'll start with that question. Is there one force, whether you want to call it God or ഇപ്പോൾ ഈ കാണുന്ന പ്രത്യക്ഷമായ പ്രപഞ്ചനും സൂര്യനും ചന്ദ്രനും ഭൂമിയും ആകാശവും ഏതിൽ നിന്ന് വന്നോ ആ സാന്നിധ്യത്തിന് ഈശ്വരൻ എന്ന് പേര് പറയുന്നു. So are we that force in a person's form,
what's the potential of a human being to access that force? മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ ആത്മീയ ഊർജത്തിനെ വികസിപ്പിച്ചാൽ ആ പരമമായ സത്യത്തോട് ബന്ധപ്പെടാൻ കഴിയും. So is there free will, or does it have to be developed in each of us? നമ്മൾ നിക്ഷിപ്തമായതിനെ വികസിപ്പിച്ച് വളർത്തിയെടുക്കണം. ഒരു വിത്തിനെ അങ്ങനെ വളർത്തി പിന്നെ വളർന്ന് ചെടിയായി പുഷ്പിച്ച് ഫലം ഉണ്ടാകുന്നുവോ അതുപോലെ നമ്മളുടെ ഊർജ്ജത്തിനെ വികസിപ്പിച്ച് വളർത്തിയെടുത്താൽ എളുപ്പം അത് കരഗതമാകും. So when you're faced with a decision where there is internal conflict, how do you find that calm spot to make the correct one with the decisions in your life? അതിനാണ് മനുഷ്യൻ്റെ ആന്തരികപരമായിട്ടും ഭാഗ്യപരമായിട്ടും വളർച്ചയ്ക്കുള്ള വിദ്യാഭ്യാസത്തിലൂടെ ക്രമീകരിക്കണം. തൻ്റെ ആരോഗ്യം, തൻ്റെ മനസ്സ്, തൻ്റെ ബുദ്ധിയെ ശരിയായ ദിശാബോധത്തിലൂടെ വളർത്താനുള്ള വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളിൽ വളർത്തിയെടുത്താൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാക്കി തീർക്കാൻ എളുപ്പമാണ് ലോകത്തിൽ. അല്ല, ഈ തരത്തിൽ പോകുകയാണെങ്കിൽ അത് നാശത്തിലൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധ്യമാകും. Do you ever have moments of internal conflict? കുട്ടിക്കാലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും ഞാനതിൽ ബോധവാനായിരുന്നു. And so nowadays, do you ever get like a little bit short-tempered or irritated with people? And if you do have those moments, how do you dissipate that feeling? അല്ല, ഒരാളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും എല്ലാം അവരവരുടെ കർമ്മവാസനയാണെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മോചിക്കാനുള്ള മാർഗ്ഗനിർദ്ദേശം കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. So is there a general way of behaving to dissipate that, or is it unique to each case? ആത്മവികാസത്തിനുള്ള ജനറലായിട്ട് ചില മാർഗ്ഗങ്ങളുണ്ട്. പിന്നെ അവരുടെ കർമ്മവാസനയ്ക്കനുസരിച്ച് പരിവർത്തനം വരുത്താനുള്ള വ്യത്യസ്തമായിട്ടുള്ള നിർദ്ദേശങ്ങളും ബോധവൽക്കരണങ്ങളും ഉണ്ടാകാറുണ്ട്. Are we separated into two beings? Do we have a mind and then we have a spirit? I mean, how would you define us as a human being? നമ്മുടെ ജീവചേതനയിലുള്ള ശക്തി ഇന്ദ്രിയങ്ങളിലൂടെ സ്പന്ദിച്ച് വിഷയങ്ങളോടുകൂടി ചേരുമ്പോൾ നമ്മൾക്ക് ആഗ്രഹങ്ങൾ ജനിക്കുകയും അതിലൂടെ വെപ്രാളത്തിലൂടെ മനുഷ്യൻ ജീവിക്കുകയാണ്. എങ്കിലും നമ്മുടെ ജീവചേതനയുള്ള ആ ആത്മീയ ഊർജത്തിൻ്റെ വികസനം വരുമ്പോൾ ആ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ബോധം വിട്ടിട്ട് വെറും ശക്തിയോട് ബന്ധപ്പെടുന്ന മാറിക്കൊണ്ട് നമുക്ക് അറിവും ജ്ഞാനത്തോടുകൂടി സമുദായത്തിനെയും ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ബന്ധപ്പെട്ട് ലോകജീവിതം സമ്പുഷ്ടമാക്കാനും സാധ്യമാകും. Does it start with the mind, or do you have to educate the inner core? മനസ്സിനെയും തന്നുള്ള ആത്മശക്തിയെയും ബോധവൽക്കരിച്ചതിന് ശേഷം ശാരീരികവും മാനസികവുമായിട്ടുള്ള താളം ക്രമപ്പെടുത്താനുള്ള ജീവിത രീതികളും മാർഗങ്ങളും നിശ്ചയിച്ച് ക്രമീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ആത്മശക്തിയുടെ വളർച്ചയും വികാസവും പ്രകൃതിയിൽ തന്നെ സംഭവിക്കും. So what role does love play? I know love in the West is a big word these days for accessing that core part of us to kind of bypass the mind. Is love the force that people can focus on to take themselves away from their mind? In your teachings? സാധ്യമാകും. I'm hoping that some people that are just starting their path to realizing that they have this kind of duality in them, how do they recognize that part of them? How do they access that part of them and awaken it? അവരുടെ മനസ്സിൻ്റെ സൈക്കോളജിക്കലായിട്ട് അവരെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ മനസ്സിലുള്ള ആത്മശക്തി ഉണർന്ന് ആ ഒരു ബോധകേന്ദ്രത്തിലേക്ക് അവരുടെ മനസ്സ് തിരിയാനുള്ള സന്ദർഭങ്ങൾ പ്രകൃതിയിൽ അവരിൽ സംഭവിക്കും. How would you describe that force, what love is? കാണുന്ന ഈ പ്രത്യക്ഷ പ്രപഞ്ചം തന്നെ സ്നേഹസ്വരൂപമായി നിലനിൽക്കുകയാണ്. അതിൻ്റെ ഉദാഹരണമായി നമ്മളെ പുഷ്പം നമ്മളോട് സ്നേഹിക്കുന്നു, നമ്മളെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. ഒരു ചെടിയിലുള്ള ഫലങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുന്നു, അത് നമ്മളെ സ്നേഹിക്കുന്നു. അങ്ങനെ സമസ്ത ജീവജാലങ്ങളും സ്നേഹിക്കുന്നു. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ആകാശം. മനുഷ്യൻ മാത്രം സ്നേഹിക്കില്ല. ആ സ്നേഹത്തിൻ്റെ ഊർജം വികസിപ്പിച്ചാൽ സർവ്വശക്തികളും നമ്മളിൽ ഉണരുക മാത്രമല്ല, വ്യക്തിയും കുടുംബവും രാഷ്ട്രവും വിശ്വവും ശ്രേയസ്സടയാൻ സ്നേഹം കൊണ്ട് ഉണ്ടായ പ്രപഞ്ചത്തിൽ സ്നേഹം തന്നെ തിരിച്ചുപോയി സ്നേഹത്തിലൂടെ ജീവിക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യ ജീവജാലങ്ങളും സ്നേഹത്തോടു കൂടി സന്തോഷകരമായി ഇവിടെ ജീവിക്കാൻ കഴിയും. So how do you fine-tune that awareness of love? How do you refine it? ഇതിനെ ബോധവൽക്കരിച്ച് കൺവേർഷൻ ആക്കിയാൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ. ഇന്നത്തെ സ്നേഹം അവരവരുടേതായ വ്യക്തി ആഗ്രഹങ്ങൾ നിലനിർത്താൻ വേണ്ടി പ്രകടമാകുന്ന മനോഭാവം. യഥാർത്ഥ സ്നേഹം പ്രകൃതിയാൽ വന്നു ചേരേണ്ടതാണ്. ഈ സ്നേഹത്തിനെക്കുറിച്ച് നമ്മൾ ബോധവൽക്കരിക്കുകയും നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയപരമായിട്ടുള്ള കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ യഥാർത്ഥ സ്നേഹത്തിൻ്റെ ഉറവിടം പ്രകൃതിയിൽ സംഭവിക്കും. കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും, അങ്ങനെയാണ് അറിവുണ്ടാകുന്നത്. അതുപോലെ സംഭവിക്കാനുള്ള സന്ദർഭങ്ങളുണ്ട്. The middle path seems like these days a lot of people focus either on the body or on the spirit, and they're separate. I know that you talk about the middle path a lot. Can you describe the importance of that perspective?
ഈ കാണുന്ന നമ്മളുണ്ട്, ഈ കാണുന്ന പ്രത്യക്ഷ പ്രപഞ്ചമുണ്ട്. ഇത് രണ്ടിനെയും കൂടി യോജിപ്പിക്കുന്ന ഏതോ ഒരു അദൃശ്യബോധം ഈ പ്രപഞ്ചത്തിലുണ്ട്. അത് മധ്യമ മാർഗത്തെ സൂചിപ്പിക്കുന്നു. രണ്ടാമത് ചിലവർ ഭൗതികപരമായ ജീവിതത്തിൽ മാത്രം മോഹിച്ചുകൊണ്ട് ആധ്യാത്മികത്തിന് ത്യാഗം ചെയ്തുകൊണ്ട് ഭൗതികത്തിൽ മാത്രം മോഹിച്ചുകൊണ്ട് കഴിയുന്ന ഒരു ഗ്രൂപ്പ്. അതിനുപരി ആധ്യാത്മിക ജീവിതമാണെന്ന് പറഞ്ഞാൽ ഭൗതികത്തിനെ നിഷേധിച്ച് ആധ്യാത്മിക ജീവിതം നയിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ്. ഇത് രണ്ടും യാഥാർത്ഥ്യമല്ല. ഈ ഭൗതികം ആധ്യാത്മികം പറഞ്ഞ് രണ്ടില്ല, ഒന്നേ ഉള്ളൂ. എങ്കിലും ആധ്യാത്മിക ഊർജ്ജത്തിൻ്റെ വികസനം ഭൗതിക ജീവിതത്തിനെ ശ്രേയസ്സാക്കി തീർക്കാൻ ഏതൊരു മാർഗ്ഗമാണോ നമ്മൾ സ്വീകരിക്കുന്നത് അതിനാണ് മധ്യമമാർഗം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഭൗതികത്തെയും ആധ്യാത്മികത്തിനെയും പ്രത്യക്ഷപ്പെടുത്താനുണ്ടാകുന്ന ആ യഥാർത്ഥമായ ബോധത്തിൽ, മഹാബോധത്തിലേക്ക് മനസ്സിനെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും സമ്മേളിക്കുന്നതാണ് മധ്യമമാർഗം. When you see that people, when you're dealing with people out in the world that are sort of bent on destruction or bent on self-interest, and you see that there's a lot of damage being done to your fellow man and to the world, how do you feel about those people? Are they obviously they're part of the whole, but how? What's the correct way of approaching that? അല്ല, ഈ പ്രപഞ്ചത്തിൻ്റെയും നമ്മുടെ ഈ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവനൊരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിനെ ഉദ്ദേശിച്ച് മറികടന്ന് ഈഗോവിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലങ്ങളൊക്കെ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യൻ ഈഗോവിൽ നിന്നിട്ട് ഉയർന്ന് വിശാലമായ ഒരു മനസ്ഥിതി ഉണ്ടാവുകയും ആ മനസ്ഥിതിയിലൂടെ മറ്റുള്ളവരെ ഉദ്ധരിക്കാൻ വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും പ്രബുദ്ധത ഉണ്ടാകും. ആ പ്രബുദ്ധിയുള്ള ഒരു സമുദായം ഇവിടെ ഉടലെടുക്കുമ്പോൾ ഈ മാറ്റങ്ങൾ പെട്ടെന്ന് അനിവാര്യമായി ലോകത്ത് പ്രത്യക്ഷപ്പെടും. So what is the ultimate potential of a human being? ഒരു മനുഷ്യന് മാനുഷികമല്ലാത്ത ഒരു അമാനുഷികമായ കഴിവുകൾ നമ്മൾ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. എങ്കിലും അതിനെ വികസിപ്പിക്കാനുള്ള വഴികളോ മാർഗ്ഗങ്ങളോ നമ്മൾക്ക് അറിഞ്ഞുകൂടാ. ആ അറിയാനുള്ള മാർഗ്ഗങ്ങളെ സ്വീകരിക്കുമ്പോൾ നമ്മളിൽ ഇന്ന് കാണുന്ന മനസ്സ്, ചിന്ത, വാക്ക്, കർമ്മം എല്ലാം ഒരു പുതിയ അറിവിലേക്കും പുതിയ കഴിവിലേക്കും ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃതിയാൽ തന്നെ സംഭവിക്കും. In your tradition, do you aspire, for lack of a better word, to maintain your awareness past death? അതായത് മനുഷ്യൻ്റെ ജനനം, അതായത് ഈ ബാല്യകാലം, പിന്നെ കൗമാരപ്രായം, കൗമാരം കഴിഞ്ഞാൽ യൗവനം, വാർദ്ധക്യം, മരണത്തിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇതിലെല്ലാറ്റിനും ബോധവാനായി കഴിഞ്ഞാൽ നമ്മൾ മരണത്തിന് ഭയപ്പെടാൻ വേണ്ടിയില്ല. ഇവിടെ നമ്മൾ മരിക്കുന്നില്ല. ഒരു ഗൃഹപ്രവേശം ചെയ്യുന്നത് ജനനവും ഗൃഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് മരണവും എന്ന് പറയുന്നതിലാണ്. ഇവിടെ ആരും മരിക്കുന്നില്ല. അവൻ്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വീണ്ടും ശരീരം മാറിക്കൊണ്ട് ധരിക്കുകയാണ്. വാസ്തവത്തിൽ മരണത്തെക്കുറിച്ച് ബോധവാനായാൽ മരണത്തിൽ ദുഃഖിക്കേണ്ട ആവശ്യമേ ഇല്ല. Does that person come back in another form, or are they aware in this other state of being? അവൻ തിരിച്ചു വരാം, അല്ലെങ്കിൽ മറ്റുള്ള ലോകങ്ങളിലേക്ക് സഞ്ചരിക്കാം. ബോധത്തോടുകൂടി ദേഹം വിട്ടുകയും ബോധത്തോടുകൂടി സഞ്ചരിക്കാൻ കഴിവുള്ളവന് തിരിച്ച് ലോകത്തിന് വീണ്ടും ശരീരമെടുക്കാം, അല്ലെങ്കിൽ ഇതര ലോകങ്ങളിൽ പോയി ജനിക്കുകയും ചെയ്യാം. അവന് സ്വാതന്ത്ര്യത്തിലൂടെ അവൻ സഞ്ചരിക്കാൻ കഴിവുണ്ട്. Is the earth alive? Is it a living being? And are we bound to this earth? വാസ്തവത്തിൽ ഭൂമിയും ജീവിയാണ്. ഈ ജീവജാലങ്ങൾക്ക് ഊർജ്ജം പകർന്നതായിരിക്കുന്ന സാന്നിധ്യവുമാണ്. ഭൂമിയാണ് സർവ്വത്തിനും കാരണമായത്. ഈ മനുഷ്യലോകം ഈ ഭൂമിയെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചും ജന്മത്തെക്കുറിച്ചും അറിയുകയാണെങ്കിൽ ഇത്ര പ്രോബ്ലങ്ങളൊന്നുമില്ല. പ്രോബ്ലങ്ങളിൽ നിന്ന് മോചിക്കാനും സഹായകമാകും. അതാണ് നമുക്ക് പഠിപ്പിക്കേണ്ടത്. Is there a grand purpose for our being from your point of view? ഈ കാണുന്ന ചെടികൾക്കും കൊടികൾക്കും സൂര്യനും ചന്ദ്രനും ഭൂമിക്കും ഉദ്ദേശമുണ്ടെങ്കിൽ മനുഷ്യന് ഉദ്ദേശമില്ലയോ? ആ ഉദ്ദേശവും ലക്ഷ്യവും മനുഷ്യൻ മറന്നുപോയതാണ് ഈ അന്ധതയ്ക്കും ദുരിതത്തിനും ദുഃഖത്തിനും കാരണം. So maybe could you describe what ego is and how somebody would identify it who's just at the beginning, like say, of their becoming more aware of themselves? How do they identify what's the ego and what's their core? ഈഗോ എന്ന് പറഞ്ഞാൽ ബോധമില്ലാത്ത ഒരു ശക്തിയുടെ സ്പർശനം ഇന്ദ്രിയങ്ങളുടെ ലോകത്ത് ബന്ധപ്പെടുമ്പോൾ ശാരീരിക തലത്തിലുള്ള സുഖം മാത്രം മരണത്തിന് ഇരയാകുന്ന ഇന്ദ്രിയങ്ങളിലൂടെ മാത്രം ജീവിച്ചു വരുമ്പോൾ അത് ശക്തമാകുമ്പോൾ അത് ഈഗോ ആവുന്നു. അത് മൃഗീയ തലമാണ്. മറ്റുള്ളവരെ കീഴടക്കാനും ദ്രോഹിക്കാനും വഞ്ചിക്കാനുള്ളതായിരിക്കുന്ന മാനസികാവസ്ഥ വരുന്നു. അതിൽ കൂടിയിരിക്കുന്നതായിരിക്കുന്ന ആത്മീയ ഊർജ്ജം വികസിപ്പിച്ച് പ്രസരിക്കുകയാണെങ്കിൽ ഈ ഈഗോ വികസിക്കുന്നതോടുകൂടി അവൻ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കരുണയുടെയും വ്യക്തികളായി മാറുന്നതോടുകൂടി സമുദായത്തിന് ശ്രേയസ് ഉണ്ടാകുന്നു. Have you always been this way and it's just developed over time, or was there a pivotal moment where your understanding of the world shifted? ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്കാലം മൊത്തത്തിലെ ആ ബോധത്തോടുകൂടി വളരുകയും ലക്ഷ്യബോധം ഉണരുകയും ആ ലക്ഷ്യത്തിനെ പ്രാപിക്കാനുള്ളതായിരിക്കുന്ന ജീവിതം
പൂർണ്ണമായി ത്യാഗം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു ജീവിത രീതിയിലാണ് ഈ തരത്തിലുള്ള ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യമായത്. For an individual who's just starting the path towards seeking that out, awareness, what's the practical steps, the beginning steps to enhancing that? അവൻ ഏത് തരത്തിൽ ഏത് മനോഭാവത്തിൽ പൂർവാർജിതത്തെ കർമ്മവേനിക്കനുസരിച്ച് നിൽക്കുന്നുവോ അവിടെ നിന്നാണ് വളർത്താനുള്ളതായിരിക്കുന്ന അറിവും ബോധ വികസനങ്ങളും പ്രവർത്തനങ്ങളും ആരംഭിക്കേണ്ടത്. So do all religions and all practices lead to the same end, in his opinion, or is just different ways of getting there? ആ ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടി പല കാലങ്ങൾക്ക് പലതരത്തിലുള്ളതായിരിക്കുന്ന മതങ്ങളും സംസ്കാരങ്ങളും ഇവിടെ ഉടലെടുത്തു. അതിന് ബോധപൂർവം വേണ്ട വിധം ശരിയായ ദിശാബോധത്തിലൂടെ വളർത്തുകയാണെങ്കിൽ നന്മയിലേക്ക് വരും. മതവികാരങ്ങൾക്ക് കീഴ്പ്പെടുകയും അവനവൻ്റെ സൃഷ്ടിച്ച ഈഗോ മാത്രത്തിൽ ഒതുങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അത് വളർച്ചയുണ്ടാവില്ല, അത് മുരടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനേ സാധ്യമാകുള്ളൂ. How do you identify yourself? I know it's kind of an odd question, but you know how we all have an identity, and we all identify ourselves maybe from our countries or our thought patterns. How do you identify yourself? അതായത് ഇപ്പോൾ ഒരു മനുഷ്യനാണെങ്കിൽ ഇപ്പം ഞാൻ അമേരിക്കക്കാരനാണെന്ന് പറയും. അപ്പോൾ ഓരോ മനുഷ്യനും അവനവൻ ഞാൻ ഇന്നതാണെന്ന് കരുതുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് എങ്ങനെയാണ്? ഞാൻ ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സമഷ്ടിയിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുക. മറ്റേതൊരു സമുദായ നീതിയാണ്. ഞാൻ സമൂഹത്തിൽ നിന്നും വ്യക്തിയിൽ നിന്നും വ്യഷ്ടിഭാവത്തിൽ നിന്നിട്ടും വിശാലമായതുകൊണ്ട് എനിക്ക് ഈ കാണുന്ന ബ്രഹ്മാണ്ടത്തിലെ ഒരു അംശമായിട്ട് ഞാൻ സ്ഥിതി ചെയ്യുകയാണ്. If you could speak to the world, what would you say? അതായത് ഈ കാണുന്ന പ്രത്യക്ഷ പ്രപഞ്ചത്തിൽ സമസ്ത പ്രപഞ്ചത്തിലും സമസ്ത കോടി ജീവജാലങ്ങളും ജനിച്ചു. നമ്മൾ ഓരോരോ വ്യക്തികളും ജനിച്ചു. ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും ആകാശവും വായുവും അതിനെല്ലാറ്റിനും ഒരു ഉദ്ദേശമുണ്ട്. ചെടികളും കൊടികൾക്കും പുഷ്പിക്കാനും ബലം നൽകാനും ഒരു ഉദ്ദേശവും ലക്ഷ്യബോധവും പ്രകൃതിയിലുണ്ട്. വാസ്തവത്തിൽ ഈ മനുഷ്യൻ എന്താണ് ലക്ഷ്യം ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്നതോടുകൂടി അവൻ ദുഃഖത്തിലും ദുരിതത്തിലും യാതനകളും അനുഭവിച്ച് നരകവേദന അനുഭവിച്ച് സമുദായത്തിന് നാശത്തിന് വിത്തുകൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുകയും തൻ്റെ ജന്മ ഉദ്ദേശത്തിനെ മനസ്സിലാക്കുകയും ജന്മ ഉദ്ദേശത്തിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ജീവിത രീതി കൈപ്പറ്റി മനുഷ്യൻ്റെ ബോധവികസനങ്ങളും ആത്മാവിൻ്റെ വികസനങ്ങളും മനുഷ്യൻ്റെ പുഷ്പീകരണവും അതിലുണ്ടാകുന്ന ഫലങ്ങളും തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, കർമ്മങ്ങളെല്ലാം ലോകത്തിന് നന്മയുടെ വിത്ത് വിതയ്ക്കുകയും ലോകം തന്നെ ഒരു സ്വർഗ്ഗപ്രപഞ്ചമായി മാറുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രേഷ്ഠമായ ബോധത്തോടുകൂടിയുള്ള ഒരു ജീവിതം കൈപ്പറ്റാൻ എല്ലാവരും തയ്യാറാകും. And is that why you feel compelled to travel the world and to help promote that? അതെ. Definitely. Yes. I'm sure you get asked a lot of questions all the time. Is there some question that doesn't get asked enough that needs to be answered, that should be asked? അത് പലവരും ചോദ്യമല്ലാത്ത ചോദ്യങ്ങളാണ് ധാരാളം ചോദിച്ചു വരുന്നത്. യഥാർത്ഥമായ ചോദ്യം ചോദിച്ചിട്ടുള്ള മാറ്റത്തിന് വേണ്ടി ചിന്തിക്കുന്ന ചോദ്യങ്ങൾ വളരെ കുറച്ച് ചോദ്യങ്ങളെ ഉണ്ടാകാറുള്ളൂ. It is also said. So it's okay. So it's all good. Thank you so much. Thank you very much.